ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. May the Lord's name be glorified. അവന്റെ വിലയേറിയ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സന്ദേശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for giving us this wonderful opportunity to come before His presence again. ഈ പഠനത്തിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകി എന്നുള്ളത് നന്ദിയോടെ ഓർക്കാം. And let us thankfully praise our God that He has enabled us to come to the 5th lesson in our study series. യഥാർത്ഥ ആത്മീക ഉണർവ് എന്ന വിഷയബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഒന്ന് ചുരുക്കി പറയാനിടയായി തീർന്നിട്ടുണ്ട്. And dear uncle could say in a few words what we were thinking about and about true spiritual revival. I want to mention a few verses again. We have thought that revival must be true spiritual revival. And so may the Spirit of God enable us to live lives that are pleasing unto Him. ഉണർവ് പരിശുദ്ധാത്മ ശക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി. And we also thought extensively how the revival must be based on the Holy Spirit. അതുകൊണ്ട് ആത്മാവിൽ അധിഷ്ഠിതമല്ലാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം സൂക്ഷിക്കാം. And so let us be careful that anything that is not from the Holy Spirit, let that not come out from our lives. ആത്മീക ഉണർവിന്റെ അടിസ്ഥാന ശിലകളെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത്. In the previous classes, we began with talking about the foundational principles of true spiritual revival. അതിൽ ആദ്യത്തെ സത്യം നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. And we were thinking about the first foundational stone. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ കൂടി ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുകയാണ്. Tonight I want to point out a few more things because we are now in a very important phase in this subject. എഴുതപ്പെട്ട തിരുവെഴുത്തിൽ പ്രകാരം ജീവിക്കുന്നതാണ് ആത്മീക ഉണർവ്. അതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. True spiritual revival is when we live our lives according to the written scripture. ആത്മീകമായി തളർന്നുപോയ ഒരു സഭയോടുള്ള സന്ദേശം ആ ബന്ധത്തിൽ നമ്മൾ കാണുകയായിരുന്നു. And we see the message to a church that had weakened spiritually. We saw the message to them. സർദീസ് സഭ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിലുള്ള സഭയായിരുന്നു. Though the church at Sardis, they had a name that they were alive, but they were indeed dead. ശേഷിപ്പ് എന്നാണ് സഭാകാന്തൻ അവരെ വിളിക്കുന്നത്. And the angel of the church is calling them as people or church that is like the dead remains. അവിടെ നമുക്കൊരു ദൂത് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. And we got a message from that passage. Those dead remains, even they can become alive. And so let nobody think that there is no chance for me to awaken. ഉണർന്നവർക്ക് നൽകുന്ന ദൂതാണ് മൂന്നാമത്തെ വാക്യത്തിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ചിന്തിച്ചു. And from Revelation chapter 3 and 3 we saw the message to those who are awakened. അവരെ ദൈവത്തിന്റെ വചനത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. The Lord is bringing them back to His word. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക എന്നുള്ളതായ സന്ദേശം നാം അവിടെ കാണുന്നുണ്ട്. There we see that he is telling, so remember what you have received and heard. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്നും ആ വാക്ക് ഒന്ന് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു.
And I was trying to explain that passage from the history of Israel. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്രമാണങ്ങളെ മറന്നുപോയ ധാരാളം കാലഘട്ടങ്ങളുണ്ട്. There were so many times when the Israelites forgot the word of God. എസ്രയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ഉണർവിന്റെ പശ്ചാത്തലം അതാണ്. And that is the context of the revival that happens during the time of Ezra. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അപകടകരമാം വിധം അകന്നുപോയിരുന്നു. The people of God, they had very dangerously gone away from the written word of God. ദൈവത്തിന്റെ ദാസനായ എസ്രയുടെ നേതൃത്വത്തിൽ ആ ജനത്തെ ദൈവത്തിന്റെ പ്രമാണങ്ങളിലേക്ക് മടക്കി വരുത്തുകയാണ്. And in the leadership of Ezra, the people are coming back to the word of God. അവർ മടങ്ങി വന്ന ചരിത്രം 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമുക്ക് നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞു. And from Nehemiah chapter 9, the first 3 verses, we read about the story of them coming back. അവർ ഒരു യാമത്തോളം ദൈവത്തിന്റെ വചനം വായിച്ച് കേട്ടു. And for a fourth of the day, they listened to the read from the book of the law. അടുത്ത ഒരു യാമം അവർ കേട്ട വചനം സജീവമായിട്ട് ഓർക്കയായിരുന്നു. And the next fourth of the day, they were remembering the word that they heard. അവർ അവരുടെ ജീവിതത്തിലുള്ള അനേക പാപങ്ങൾ കണ്ടെത്തുവാൻ ഇടയായിട്ട് തീർന്നു. And they found out so many sins that existed in their lives. ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ ദൈവസന്നിധിയിൽ ക്രമപ്പെടുന്നു എന്നുള്ളത് നാം കാണുകയാണ്. And we see that they are confessing those sins before God and they are finding reconciliation with God. കേട്ട വചനത്തിന്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ പ്രാപിച്ച വചനത്തിന്റെ ഓർമ്മയിലേക്ക് മടങ്ങി വരികയാണ്. And so when they confess their sins before God, they are then coming back to the remembrance of the word which they had learned and heard. നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും വചനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. When as we read and hear God's word, let it also act like this in our lives. നമുക്ക് അറിയാവുന്ന എത്രയോ വചനങ്ങൾ വിസ്മരിച്ച് കഴിഞ്ഞ നാളുകളിൽ നാം ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. The words that we have heard and listened, how many times we have forgotten them and we have lived lives without remembering those. വചനം മറന്നു കളയുക എന്നുള്ളതായ പ്രയോഗത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് എന്ന് വിചാരിക്കുന്നു. I want to explain the verse when it says that we have forgotten God's word. I want to explain it like this. ഒത്തിരി പേര് വചനം എത്ര പഠിച്ചാലും ഓർമ്മയിലിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കാറുണ്ട്. Many people are sorrowful that they say, I'm not able to remember the verses that I have learned. ആ ഓർമ്മക്കുറവ് ഒരു കുറ്റമായി സ്വർഗത്തിലെ ദൈവം കണക്കാക്കും എന്ന് കരുതേണ്ടതില്ല. And I do not think that God will consider that forgetfulness as one of our shortcomings. പക്ഷേ ഇവിടെ പറയുന്നതായ ഓർമ്മക്കുറവ് അത് മനസ്സോടെയുള്ള മറന്നുകളയലാണ്. But here, the forgetfulness that the people showed here, that was a willing forgetfulness of the word of God. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 5-7 വാക്യങ്ങളിൽ ഈ പാപത്തിന്റെ സാധ്യത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. And we see the significance of this in 2 Peter chapter 3 and verses 5 and 7. ആ വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതാണല്ലോ, വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില കാര്യങ്ങൾ മനസ്സോടെ മറന്നു കളയുകയാണ്. The certain things we are forgetting purposefully. രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തു പറയാൻ. There are 2 things that I want to point out from that passage. ഒന്ന്, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ നൽകുന്ന സന്ദേശം മനസ്സോടെ മറന്നു കളയുകയാണ്. And they are willingly forgetting the historical truths that the word of God is very clearly pointing. ദൈവം ചരിത്രത്തിൽ പാപത്തെ ശിക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ സംഭവിച്ചത്.
The flood that happened during the time of Noah, that is one of the most significant historical points where God dealt with people. ആ ചരിത്ര സംഭവത്തെ ഓർക്കുന്നവർ പാപത്തോടുള്ള ബന്ധത്തിൽ ഭയത്തോട് ജീവിക്കും. And there are people who remember that historical fact in connection with sin, they will also live very carefully. അവർ പാപത്തിന്റെ മുമ്പിൽ നടുങ്ങും. They will be fearful before sin. പക്ഷേ ആ സംഭവം മനസ്സോട് മറന്നു കളഞ്ഞ് പാപത്തെ ലാഘവമായി കാണുന്നതിനുള്ളതായ സാധ്യത നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. But there is a possibility that we forget these incidents that have happened, and we do not take sin seriously and consider it very lightly in our lives. അവിടെ മനസ്സോടെ മറന്നു കളയുന്ന മറ്റൊരു കാര്യം നാം വായിക്കുന്നത്, Another thing that we read that we willingly forget, ഇപ്പോഴത്തെ ആകാശത്തിനും ഭൂമിക്കും എന്ത് സംഭവിക്കും എന്നുള്ളത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മനസ്സോടെ മറന്നു കളയുന്നു. The word of God very clearly says what will happen to the present heavens and earth, but we are willingly forgetting that fact. ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ്. The present heavens and earth are being reserved for fire. ആ വലിയ സത്യത്തെ മനസ്സോടെ മറന്നു കളയുകയാണ്. And that great truth we are so willingly forgetting. അത് മനസ്സോടെ മറന്നു കളയുന്നവർ ആർത്തിയോടെ വസ്തുവകകൾ വാരി കൂട്ടുന്നതിന് ശ്രമിക്കും. And those who are willingly forgetting these things, in the end, they will all come to the after effects, to go through the consequences of that forgetfulness. ഇന്ന് രാത്രി ഞാൻ വളരെ ഭയത്തോടെ ഒരു സന്ദേശം ഓർപ്പിക്കട്ടെ. And so tonight, let me with great fear, let me remind you this thing. ദൈവത്തിന്റെ വചനത്തെ മനസ്സോടെ മറന്നു കളയുന്ന പാപം നമ്മിൽ വരാതിരിക്കട്ടെ. Let not a sin happen in our lives where we are so willingly forgetting the word of God. കർത്താവ് സർവീസിലെ സഭയെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക എന്ന് പറഞ്ഞ് അവരെ ഉണർത്തുകയാണ്. The Lord is awakening the church of Sardis by telling them that you must remember what you have received and heard. വചനം മറന്നു കളയുന്നത് വളരെ ഭയങ്കരമായ ശിക്ഷയ്ക്ക് കാരണമാകാവുന്നതാണ്. Forgetting, ignoring the word of God can lead to great consequences, and that is considered to be a sin. ഹോശേയ പ്രവാചകൻ നൽകുന്ന ഒരു സന്ദേശം ഞാനിവിടെ ഒന്ന് പരാമർശിച്ച് പോകുന്നു. I want to quickly point out a message that Hosea is giving us. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 2-ാമത്തെ ഭാഗത്ത് നാം ആ സത്യം വായിക്കുന്നുണ്ട്. In Hosea and chapter 6, we read that passage. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. Chapter 4 and verse 6. Hosea chapter 4 and verse 6. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. My people are destroyed for lack of knowledge, because you have rejected knowledge. I will reject you from being my priest. അവിടെ അടുത്ത വാചകം കൂടി, ആ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, Since you have forgotten the law of your God, I will forget your children. ആ ഒടുവിലത്തെ വാചകം എത്രയോ ഗൗരവതരമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. What a great truth, a fearful truth that last portion is giving us. ദൈവം നമ്മുടെ മക്കളെ മറക്കുന്നത് എത്രയോ ഭയാനകമായൊരു കാര്യമാണ്. What a dangerous thing it will be when God is forgetting our children. പക്ഷേ ആ ഭയാനകമായ കാര്യത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. But we need to find out what is the reason for that to happen. കാരണക്കാരൻ നീയാണ്. The reason is you. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞു എന്നുള്ളത്. And the reason is that you have forgotten the law of your God. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാവുന്ന നാം പ്രാപിച്ച വചനം മനഃപൂർവ്വം മറന്നു കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഭയത്തോടെ പരിശോധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.
And so, dearly beloved, with great fear, let us examine and see if we have forgotten the law of God which we have received and heard. അതുകൊണ്ട് മറവിയിൽ നിന്നും മടങ്ങി വരുന്നതിനുള്ള ശക്തമായ സന്ദേശമാണ് നമ്മുടെ കർത്താവ് സർദീസിലെ സഭയ്ക്ക് നൽകുന്നത്. And so the message to the church at Sardis, the Lord is giving a very powerful message that they must remember and come back. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം വചനം തന്ന ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. And so let us make sure that the desire that we have for the Lord is pleasing to the Lord who gave us his word. ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാവുന്ന മനോഹരമായ ഒരു മാതൃക തെസ്സലോനിക്ക സഭയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്. In connection to the church at Thessalonica, we read a very nice example that we can follow. ഒന്ന് തെസ്സലോനിക്ക 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം. Shall we read 1 Thessalonians chapter 2 and verse 13? ഞങ്ങൾ പ്രസംഗിച്ച ദൈവ വചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. For this reason, we also constantly thank God that when you received the word of God which you heard from us, you accepted it not as the word of men, but from what it is, the word of God, which also performs its work in you who believe. തെസ്സലോനിക്ക സഭ വചനത്തോടുള്ള ആഭിമുഖ്യത്തിൽ എത്രയോ മനോഹരമായ മാതൃകയാണ്. What a wonderful example the Thessalonican church shows us here. അവർ വചനം കേൾക്കേണ്ടതുപോലെ കേട്ടു. They received the word of God just as it had to be received. അവർ വചനം കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടു. And they accepted it just as it has to be accepted. മാത്രമല്ല അവർ വിശ്വാസത്തോടെ വചനം പ്രായോഗികമാക്കി ജീവിക്കുന്നവരായിരുന്നു. And not only that, in faith, they were also putting that word into practice in their life. അതുകൊണ്ട് ഇന്ന് ഈ തലമുറയിൽ ഈ സഭയുടെ മനോഹരമായ മാതൃക പിൻപറ്റേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. And so in this generation, may the Spirit of God give us abundant grace to follow the wonderful example of the Thessalonican church. നമുക്കറിയാം, സർദീസിലെ സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറയുന്നത്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത വചനം എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. To Sardis, the Lord says, so remember what you have received and heard and keep it and repent. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ച വചനത്തിന് മുമ്പിൽ മാനസാന്തരം നമ്മുടെ ഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് കൃപപ്പെടുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. And so in the light of all the words that we have heard this week and all these days, if there is anything that I need to repent in our lives, let us repent and find restoration before God. ജീവിത രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉണർവിൻ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. When the repentance that leads to true transformation in our lives, that is indeed a sign of true spiritual revival. നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അവർ അവരുടെ പാപങ്ങളെ കണ്ടെത്തിയപ്പോൾ ഏറ്റുപറഞ്ഞ അനേക പാപങ്ങളുണ്ട്. In the book of Nehemiah chapter 9, there were so many sins that they found out when they looked into their lives. ആ പാപങ്ങളുടെ എല്ലാം വിശദീകരണം നമ്മുടെ ഈ പഠനത്തിൽ ചിന്തിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. We are not going to go into all those confessions that they did. ഈ അധ്യായങ്ങളൊന്ന് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, വായിച്ച് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. And I had asked to read these chapters, and I believe that you would have read them. ഉദാഹരണമായിട്ട് അവർ ഏറ്റുപറഞ്ഞ ഒരു പാപം ഒന്ന് എടുത്തു പറയാം. And there is one sin that I want to point out which they had confessed. 9-ാം അധ്യായം, നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ അവർ ഏറ്റുപറയുന്ന ഒരു പാപം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. In Nehemiah chapter 9 and verse 26, there is one sin that they are confessing before God. എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ചു, നിന്നോട് മത്സരിച്ചു, നിന്റെ ന്യായപ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു.
അവരെ നിങ്കലേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ് നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നു, മഹാകോപഹേതുക്കൾ ഉണ്ടാക്കി. And they became disobedient and rebelled against you and cast your law behind their back and killed your prophets who admonished them so that they might return to you, and they committed great blasphemies. ഈ വാക്യം വളരെ ശക്തമായ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. This verse gives us some very strong messages. വചനത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവത്തോട് മത്സരിക്കുകയാണ്. When we show disobedience to the word of God, we are rebelling against God. അത് അനേക ദൈവമക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. And that is something that many children of God do not understand. നാം പലപ്പോഴും വചനം നമുക്ക് സൗകര്യമുള്ള വചനം അനുസരിക്കുന്നു, സൗകര്യമില്ലാത്തത് അനുസരിക്കുന്നില്ല എന്നുള്ള വളരെ ലാഘവ മനോഭാവത്തോടു കൂടിയാണ് ചിന്തിക്കാറ്. We often consider the word of God very lightly, and those which we can follow, we follow. Those which are uncomfortable, we do not follow them. പക്ഷെ ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണക്കേട് വചനം തന്ന ദൈവത്തിന് എതിരെയുള്ള മത്സരമാണ്. But the disobedience to the word of God is indeed rebelling against the God who gave us his word. ഇസ്രായേൽ മത്സരികളായി തീർന്ന പോലെ നമ്മൾ മത്സരികളാകരുതെന്ന് എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നത്. The Spirit of God very clearly admonishes us that we must not become rebellious like the children of Israel. മറ്റൊരു സത്യം നമ്മൾ ഇവിടെ വായിക്കുന്നത്, ദൈവത്തോട് മത്സരിക്കുന്നവർ വചനം പുറകിൽ എറിഞ്ഞ് കളകയാണ്. And we read here that those who rebelled against the word of God, they are casting the law behind their backs. വചനം പുറകിൽ എറിഞ്ഞു കളയുന്നത് മനഃപൂർവമായൊരു പാപമാണ്. And casting the law behind their back is a sin that is done knowingly. ഒരുപക്ഷെ ഇവർ വചനം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പോലും ആകാം. Maybe there would be people who would be studying and even preaching this word. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ് ജീവിക്കുന്നുള്ളതായ സാധ്യതയുണ്ട്. But even when doing all that, there is a possibility that they would be throwing the word of God behind them. റോമലേഖനം 2-21 വാക്യത്തിൽ ഇസ്രായേലിന്റെ പാപം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശദീകരിക്കുമ്പോൾ ഇത് പറയുന്നുണ്ടല്ലോ. In Romans chapter 2 and verse 21, when the Lord talks about the sin of Israel, we see this explanation. നീ മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ മോഷ്ടിക്കുന്നു. You teach that you must not steal, but you steal. ആ പ്രസംഗത്തിൽ കുഴപ്പമില്ല. There is nothing wrong with the preaching. പക്ഷെ ആ പ്രസംഗം കഴിഞ്ഞു ആ വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ് ആ പാപം ചെയ്യുകയാണ്. But after the preaching is over, they are doing that sin and casting that word behind their backs. അതുകൊണ്ട് രാത്രി ഞാൻ വളരെ ഭയത്തോടെ ഓർപ്പിക്കട്ടെ, നാം വചനം പുറകിൽ എറിഞ്ഞു കളയുന്ന പാപം ചെയ്യുന്നവരായി തീരുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കും. And may the Spirit of God tonight enable us to examine and see if we are indeed taking the word of God seriously and not casting it behind our backs. ആ വാക്യത്തിന്റെ ഒടുവിൽ നാം കാണുന്നത് വചനം പുറകിലെറിഞ്ഞ് കളയുന്നവർ വചനം ശുശ്രൂഷിക്കുന്നവർക്കും എതിരെ നിൽക്കുകയാണ്. And there we read that those who cast the law behind their backs, they were also rebelling against those who minister from that word. നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നു എന്നുള്ളതായ കാര്യം അവര് എത്രയോ വേദനയോടെ ഏറ്റുപറയുകയാണ്. And they are so sorrowfully confessing and saying that they have killed the prophets of God. രാത്രി ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ശത്രുവായിട്ട് കാണുകയോ പെരുമാറുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ ഏറ്റുപറയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകും. And tonight, as we examine these words, if there is anyone that we have considered to be our enemy or we have offended, let us repent and confess those sins. പക്ഷേ ആത്മീയ ഉണർവിലേക്ക് ദൈവത്തിന്റെ ജനം വരുമ്പോൾ അവർ ഏതൊരു വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവോ ആ വചനത്തിലേക്ക് തിരിഞ്ഞു വരികയാണ്.
But when people come to true spiritual revival, the word that they threw behind their backs, they're coming back to the same word of God. വചനത്തിലേക്ക് തിരിഞ്ഞു വരേണ്ടുന്ന പോലെ തിരിഞ്ഞു വരുന്നതാണ് യഥാർത്ഥ ആത്മീക ഗുണം. And returning back to the word of God just as it is meant to be, that is the sign of true spiritual revival. മാനസാന്തരപ്പെട്ട ദൈവത്തിന്റെ ജനം ചില ശക്തമായ നിർണയങ്ങളിലേക്ക് വന്നത് നാം 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. When we come to chapter 10, the children of God who repented and confessed their sins, they are coming and making some very strong decisions. വചനത്തിന് മുമ്പുള്ളതായ പാപത്തെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുന്നവർ നല്ല നിർണയങ്ങളിലേക്ക് വരുവാൻ ഇടയായിട്ട് തീരും. In the light of God's word, those who confess their sins and repent, they will be making those good decisions. ഈ 10-ാം അധ്യായത്തിലെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ തീരുമാനങ്ങളെല്ലാം ദൈവത്തിന്റെ വചനപ്രകാരമുള്ള തീരുമാനങ്ങളായിരുന്നു. When we study chapter 10, all the decisions that they took were according to the will of God. അതിൽ 2-3 പരാമർശങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. And I want to introduce to you a few of those. 10-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഈ പരാമർശം നാം വായിക്കുന്നുണ്ട്. We see that word mentioned in Nehemiah chapter 10 and verse 28. ഉണർവിൻ തീരുമാനമെടുത്തവർ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വന്നവരായിരുന്നു. And those who were revived, they were people who came back to the law of God. 10-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം നോക്കൂ. And when we come to verse 29, ഉണർവിൻ തീരുമാനം ന്യായപ്രമാണം അനുസരിച്ച് നടക്കും എന്നുള്ളതായിരുന്നു. and the decision of their revival was that they would obey the word of God. 10-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ അവരുടെ ദൈവാലയത്തോട് ബന്ധപ്പെട്ട ഒരു തീരുമാനം നാം വായിക്കുന്നുണ്ട്. In verse 34, in connection to the temple, we see them making a decision. ദൈവാലയത്തിലേക്ക് വിറക് വഴിപാട് കൊണ്ടുവരുന്ന കാര്യമാണ് ആ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. There we see the supply of wood that is brought to the house of God. പക്ഷെ അത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. But they are deciding to do it just as it is written in the law. 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, when we come to verse 36, മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്ന തീരുമാനം നാം വായിക്കുന്നുണ്ട്. and we see that they are bringing to the house of God the firstborn of the sons and cattle. അത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെയ്യാനാണ് തീരുമാനിച്ചത്. And they decided to do it just as it is written in the law. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ 4 വാക്യങ്ങളിലുള്ള ഈ പരാമർശം ഞാനൊന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. And so from these 4 verses, I want to point out this truth. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വചനപ്രകാരം ചെയ്യുന്നതാണ് ആത്മീക ഉണർവിന്റെ ലക്ഷ്യം. One of the signs of true spiritual revival is, whether it be small or big, doing everything that we do according to God's word, that is indeed the sign. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതപ്പെട്ട വചനത്തിൻ പ്രകാരം ആയിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. And so, dearly beloved, in our lives, in all the things that we do, let us examine that it is really in the light of the word of God. ഞാൻ പ്രാരംഭരാത്രിയിൽ പറഞ്ഞ ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഈ സ്ഥലത്ത് നടത്താൻ ആഗ്രഹിക്കുകയാണ്. I want to look back into the life of Daniel, which I mentioned in my first night. 1-ാമത്തെ അധ്യായത്തിൽ ദാനിയേലിന്റെ തീരുമാനം തന്റെ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ വചനപ്രകാരമായിരിക്കണം എന്നുള്ളതായിരുന്നു. In the first chapter, we see that in connection with his food, Daniel made a decision before God. വിശദീകരണം പറയേണ്ട ആവശ്യമില്ല, അന്ന് ഞാൻ വിശദീകരണം സൂചിപ്പിച്ചതാണ്. And we already looked at that explanation that day. പക്ഷേ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ രാജാവിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. But when we come to chapter 6, Daniel disobeyed the commandment of the king because he obeyed the commandment of the Lord.
ഞാൻ ഈ രണ്ട് ചരിത്ര ഭാഗങ്ങളും ചേർത്ത് ഇങ്ങനെ പറയട്ടെ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എഴുതപ്പെട്ട പ്രമാണപ്രകാരം ചെയ്യാനുള്ള നിർണയത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ Connecting these two historical facts, I want to point out and say that whatever it may be, small or big, in everything that we do, let us do it according to the word of God. ആത്മീയമായി ഉണർത്തപ്പെട്ടവർ വചനത്തിലില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയി തങ്ങളുടെ സമയവും സാധ്യതകളും പാഴാക്കുകയില്ല. Those who are spiritually revived, they will not go after anything that is outside of the word of God. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ വഴികൾ. And so let the word of God, let the law of the Lord be the direction in which we follow and what we do. നമ്മുടെ ജീവിതവും ശുശ്രൂഷയും ഈ പ്രമാണപ്രകാരം കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സമർത്ഥമായുള്ള ദൈവകൃപ നൽകട്ടെ. And may the Spirit of God enable us to examine and see that our life and our ministry is in accordance with the word of God. ഈ ചരിത്രത്തിൽ ഉണർവ് സ്വാധീനിച്ച 3 പ്രധാനപ്പെട്ട മേഖലകൾ കൂടി നാം പരിചയപ്പെടണം എന്ന് വിചാരിക്കുകയാണ്. And I want to look at 3 areas that were influenced as a result of this revival. കുറച്ചുകൂടി വിശദമായ ഒരു പഠനമായിരുന്നെങ്കിൽ ഈ 3 മേഖലകൾ നമുക്ക് പല ക്ലാസ്സുകളിലായി വിശദമായി ചിന്തിക്കാമായിരുന്നു. And if we had an extended study, I believe we could have gone into more details about these 3 areas. അതുകൊണ്ട് നിങ്ങൾ ഇത് വിശദമായിട്ട് ഈ 3 മേഖലകളും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുകയാണ്. And so I want to remind you that you in the coming days please do study these 3 areas in more detail. ഈ ക്ലാസ്സിൽ നാം ഇതിന്റെ ഔട്ട്ലൈൻ മാത്രം കണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. In these classes we just want to take an outline and move forward. ന്യായപ്രമാണ വചനപ്രകാരം അവരുടെ വ്യക്തിപരമായ ജീവിതം ക്രമപ്പെടുത്തുവാൻ അവർ തീരുമാനിച്ചു. In the light of the word of God, they took a decision to discipline their own lives. 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവരുടെ കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ വചനം പ്രമാണിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. In Nehemiah chapter 10 and verse 31, we see that they are making a decision in buying and selling, a decision before God. പല വിശ്വാസികളും വിചാരിക്കുന്നു കൊടുക്കൽ വാങ്ങൽ കാര്യത്തിലൊന്നും അങ്ങനെ വചനം കാര്യമാക്കേണ്ട കാര്യമില്ലെന്നാണ്. Many believers, we think that there is no need to look at the word of God in buying or selling. പക്ഷേ കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ എത്രയോ കൃത്യമായിട്ടുള്ള സൂക്ഷ്മതയുടെ നിർണയമാണ് ദൈവജനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. But from the people of God, how careful they are in their things of selling and buying in the light of God's word. ശബത്ത് നാളിൽ ജാതികൾ സാധനങ്ങൾ വിൽക്കാനായിട്ട് അവരുടെ മധ്യേ വരുന്നത് സാധാരണയായിരുന്നു. It was a normal thing that people of the land will come with their wares to sell them on the day of Sabbath. പക്ഷെ അത് തടയാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് സാധിക്കുകയില്ല. And Israel was not able to stop that in their current circumstances. പക്ഷേ അവര് തീരുമാനിച്ചു, അങ്ങനെ ജാതികൾ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബത്ത് നാളിൽ വാങ്ങുകയില്ല എന്ന് തീരുമാനിച്ചു. But they made a decision that when the people of the land bring these things, we will not buy it from them. നാം ജീവിക്കുന്ന സമൂഹത്തിൽ കൊടുക്കൽ വാങ്ങലിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. In the society that we are living, we will not be able to control all the giving and taking. പക്ഷേ നമുക്ക് വ്യക്തിപരമായ നിലയിൽ ദൈവവചനപ്രകാരമുള്ള നല്ല നിർണയങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. But individually, in the light of God's word, we can take such kind of good decisions. തീരുമാനം അവിടെ വായിക്കുന്നത് എല്ലാ കടവും ഇളച്ചു കൊടുക്കാൻ തക്കവണ്ണം വിമോചന സംവത്സരം ആചരിക്കാൻ അവർ തീരുമാനിച്ചു. And another decision that they took, that they would forego the crops the 7th year and the exaction of every debt. വിമോചന സംവത്സരം ആചരിക്കുക എന്ന് പറയുന്നത് തങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം മാനുഷിക വീക്ഷണത്തിൽ വരാവുന്ന കാര്യമാണ്. And this is something, if they had kept in human way, they would have had to face financial loss. പക്ഷേ നഷ്ടം സഹിച്ചും വചനം പ്രമാണിക്കുന്നവരെ വചനം തന്നവൻ ആദരിക്കും.
But those who bear financial losses in the light of the word of God, the God who gave us this word, he will keep them. അതുകൊണ്ട് വചനപ്രകാരം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിൽ അവർ എത്ര നല്ല നിർണയത്തിലേക്ക് വന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. And so we see how the good decisions they took in their lives because they decided to come back to the word of God. ഞാൻ ഈ സത്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരുപക്ഷെ ഇവരുടെ പൂർവ്വപിതാവായ കാലേബിന്റെ ചരിത്രം ഇവരെ സ്വാധീനിച്ചോ എന്ന് ചിന്തിച്ചുപോയി. As I was reading this, I was thinking maybe their great grandfather Caleb, his history must have influenced them, I thought. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ കാലേബിനെ കുറിച്ച് ഒരു അസാധാരണമായ സാക്ഷ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. In the book of Numbers, chapter 14 and verse 24, we read about Caleb like this. അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. My servant Caleb, because he had a different spirit and had followed me, I will bring into the land which he entered, and his descendants shall take possession of it. ഒരു ചോദ്യം സാധാരണ ഉന്നയിക്കപ്പെടാറുണ്ട്. Normally we can ask a question here. ദൈവവചനം പൂർണ്ണമായി അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? Can a person completely obey the word of God and live like that? ഈ വാക്യം ആ ചോദ്യത്തിന്റെ ഉത്തരം. This verse is an answer to that question. കഴിയുമെന്നാണ് കാലേബിന്റെ ജീവിതം നൽകുന്ന ഉത്തരം. The life of Caleb proves that it is possible. വചനം നൽകിയ ദൈവമാണ് കാലേബിന്റെ അനുസരണത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. And the God who gave his word is testifying about Caleb's life. രാത്രി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊരു പരിശോധന നടത്താം. Dearly beloved, let each one of us look at our own lives and make this examination. എന്റെ അനുസരണത്തെ കുറിച്ച് ദൈവം എന്ത് സാക്ഷ്യം പറയും? What will God testify about my obedience? ഈ അനുഗ്രഹീതമായ സാക്ഷ്യം ആർജിക്കുമാറ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. May the Spirit of God enable us to discipline our lives so that we will also have this good testimony from God. നാം ചില മേഖലകളിലൊക്കെ തെറ്റിപ്പോയി എന്നാണ് ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുന്നതെങ്കിൽ, if the Spirit of God is convincing us that we have gone wrong in certain areas, നമുക്ക് ആ മേഖലയിൽ മാനസാന്തരപ്പെടുവാനും ക്രമപ്പെടുവാനും ദൈവാത്മാവ് ധാരാളം ദൈവകൃപ ഈ സന്ദർഭത്തിൽ നൽകും. let us confess and repent and come back to God in those areas. ഇവിടെ നാം കാണുന്ന ഒരു സുപ്രധാനമായ കാര്യം, വചനം പൂർണ്ണമായി അനുസരിക്കുന്നവർക്ക് വേറൊരു സ്വഭാവമുള്ളവരായി ജീവിക്കാം. We find that those who completely obey the word of God, they have a different nature to them. ഈ വേറൊരു സ്വഭാവം ആരുടെ സ്വഭാവമാണെന്നുള്ളത് പുതിയ നിയമം വളരെ മനോഹരമായി വെളിപ്പെടുത്തുന്നു. And this different nature we see very clearly from the New Testament. വേറൊരു സ്വഭാവം വചനം തന്ന ദൈവത്തിന്റെ സ്വഭാവമാണ്. This different nature is the nature of the God who gave us his word. ഒരു വചനം പ്രമാണിക്കുന്നവർക്ക് ലോകത്തിൻ മോഹത്താറുള്ള നാശം വിട്ടകന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ജീവിക്കുവാൻ. Those who follow the scriptures, they will be able to let go of the worldly nature and they'll be able to cling on to that heavenly nature. ഒരു റെഫറൻസ് അവിടെ നോട്ട് ചെയ്തത് നന്നായിരിക്കും. It is good that we note a reference. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 1 Peter chapter 1 and verse 4. 2 പത്രോസ് 1-ാമത്തെ വാക്യം. 2 Peter chapter 1 and verse 4. വചനത്തോടുള്ള അനുസരണത്തിന്റെ കൃത്യമായ സാക്ഷ്യം സ്വഭാവ രൂപീകരണമാണ്.
One of the clear understandings of the Word of God is that our natures are being changed. പുനരുദ്ധാന കാലത്തുള്ള ദൈവമക്കളുടെ പ്രത്യേകത അവർ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കും എന്നുള്ളത്. The uniqueness of the people who are revived, their natures will be like the nature of God. അറിയാം, നമുക്ക് കർത്താവിന്റെ മനസ്സുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കും. We know that we can live as people with the mind of Christ. മാത്രമല്ല നമുക്ക് കർത്താവിന്റെ സ്വഭാവമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. And not only that, we can also be partakers of our Lord's nature. നമുക്ക് ഏറെ പരിചയമുള്ളൊരു വാക്യം പരാമർശിച്ച് ഞാൻ അവിടെ മുന്നോട്ട് പോകട്ടെ. I want to refer to a verse that is very, very familiar to us. 1 Corinthians 11 ഒന്നാമത്തെ വാക്യം പൗലോസിന്റെ ഒരു ആഹ്വാനമാണ്, കൊരിന്ത് സഭയ്ക്കുള്ളതായൊരു ആഹ്വാനമാണ്. 1 Corinthians chapter 11 and verse 1, it's an exhortation to the church of Corinth by Paul. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുക. Be imitators of me just as I am also of Christ. ഈ വാക്യത്തിന് മുമ്പിൽ ചിലപ്പോൾ സാങ്കല്പികമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. And sometimes before this verse, I sometimes symbolically think of it like this. ഈ ആഹ്വാനം കൊരിന്തിലുള്ള സഭ അനുസരിച്ചു എന്ന് വിചാരിക്കുക. Imagine that this exhortation, the Corinthian church, they obeyed. ഒരു വർഷത്തിനുള്ളിൽ അവരത് അതുപോലെ അനുസരിച്ചു എന്ന് സങ്കല്പിക്കുക. And imagine that in 1 year they completely obeyed that commandment. ആ ഒരു വർഷം കഴിഞ്ഞ സഭയിൽ ചെല്ലുമ്പോൾ ആ കൊരിന്തിലുള്ള സഭ പൗലോസിന്റെ സ്വഭാവമുള്ള ആളുകൾ കൂടുന്ന സഭ, കർത്താവിന്റെ സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥാനമായി. After 1 year, when he goes back to that church, all the people in that church will be imitators of the nature of Christ. ദൈവസഭയ്ക്ക് എത്ര മഹത്തരമായ സാക്ഷ്യം സൂക്ഷിക്കുവാൻ സാധിക്കുന്ന നിലയിലാണ് ദൈവം അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. God has planned it in such a way that the church of God can give a glorious testimony through their lives. ഈ തലമുറയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so in this generation, may the Spirit of God enable us to be people with the divine nature of Christ. രണ്ട് കാര്യം കൂടി ഞാൻ ആ വാക്യത്തിന് വേഗത്തിൽ പരാമർശിച്ചു പോകുന്നു. Two things I want to point out from that verse. വചനം പൂർണ്ണമായി അനുസരിച്ചതിന്റെ നന്മകൾ ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്. In this same verse, we see the blessings they have received because they obeyed the word of God. അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. And I will take him to the place with which he desired. അറിയാം, ആ ദേശത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പുറപ്പെട്ടതാണ്. We know that there are lakhs of people who actually set out to go to that promised land. പക്ഷേ മോശയും യോശുവയും കാലേബും മാത്രമേ അവിടെ എത്തിയുള്ളൂ. But only Moses, Joshua and Caleb entered that land. യോശുവയും കാലേബും മാത്രമേ അവിടെ എത്തിയുള്ളൂ. And it was Joshua and Caleb alone who reached the promised land. മോശയ്ക്ക് പോലും അവിടെ എത്താനായിട്ട് സാധിച്ചില്ല. And even Moses was not able to enter that land. ഒരു ധൈര്യക്കുറവ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. I'm not able to blame Moses confidently. പക്ഷേ ഒരനുസരണക്കേട് മോശ അവിടെ പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം കാരണമായിട്ട്. But that one disobedience in the life of Moses created an opportunity for him not to enter the promised land. ഒരു പാപത്തിന്റെ നഷ്ടം എന്നൊരു തലക്കെട്ടിൽ ഞാനൊരു പ്രസംഗം ഈ ചരിത്രത്തിൽ നിന്ന് പറയാറുണ്ട്. I say from this history a message with the heading that says the loss because of one sin. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി കരുതുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. And so, dearly beloved, let us very carefully examine our lives. ചരിത്രം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓർത്തു, വചനം പൂർണ്ണമായി അനുസരിക്കുന്നവർ ഇടം വലം ആളുണ്ടോ എന്ന് നോക്കിയല്ല വചനം അനുസരിക്കുന്നത്. Those who obey the word of God, they are not looking left or right and seeing if there are people. ഇടം വലം നോക്കിയാൽ ആളെ കാണാനില്ല. If they are looking here and there, they cannot see anybody.
പക്ഷേ വചനം തന്നവനെ നോക്കി അവർ വളരെ കൃത്യമായ അനുസരണം സൂക്ഷിക്കുകയായിരുന്നു. But looking at the one who gave them the word, they are following him and keeping his word. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ കാലഘട്ടത്തിൽ വചനം തന്ന കർത്താവിനെ നോക്കി വചനത്തോടെ അനുസരണം സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. And so, dearly beloved, in this generation, let us also look at the Lord who has given us his word and obey his word and live before him. ഈ വാക്യത്തിൽ കാണുന്ന മറ്റൊരു നന്മ പിന്തലമുറ അനുഭവിക്കുന്ന നന്മയാണ്. And another blessing that we see from this verse, that even his descendants are being blessed. അവന്റെ സന്തതി അത് കൈവശമാക്കും. We see there that his descendants shall take possession of it. അന്നത്തെ ക്ലാസ്സിൽ ചിന്തിച്ച ഹോശേയ 4:6 ഇവിടെ ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. We can also look at Hosea 4:6 in connection to this. വചനം പിതാക്കന്മാർ മറന്നു കളഞ്ഞതുകൊണ്ട് ദൈവം അവരുടെ മക്കളെ മറന്നു കളയുവാൻ കാരണമായിട്ട് തീരുകയാണ്. Because the fathers had forgotten the word of God, God is forgetting their children. പക്ഷേ ഇവിടെ കാലേബ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അതിന് അനുഗ്രഹം പറയുമ്പോൾ അവന്റെ സന്തതി അത് കൈവശമാക്കും. But because Caleb had completely obeyed God, we see that his descendants will claim that land. തലമുറകളെ കടന്നു പോകുന്ന നന്മയും അനുഗ്രഹവുമാണ് ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതിനാൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്നു. Even in the family, when they obey the scripture, the word of God, even the descendants are being blessed. 1000 തലമുറ വരെ ദൈവം ദയ കാണിക്കുമെന്ന് പറയുന്നത് ഈ വിഷയത്തിലാണ്. When God says that I will show kindness for 1000 generations, it is in this aspect. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം കാലേബിനെ പോലെ അനുസരിക്കാനുള്ള നല്ല തീരുമാനം ദൈവസന്നിധിയിൽ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. And so, like Caleb, let us take that decision to follow the word of God just as the Lord wants us to follow. ഇസ്രായേലിന്റെ തീരുമാനത്തെ കുറിച്ച് നെഹെമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവർ ശപഥവും സത്യവും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. We read in Nehemiah chapter 10 that when they made a decision to follow God, they were taking an oath to follow. അതുകൊണ്ട് വളരെ ശക്തമായ നിർണയമാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. And so the heavenly Father is expecting a very strong decision from us. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നിർണയങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഏറ്റവും ശക്തമായ തീരുമാനം വ്യക്തിപരമായി വചനം പ്രമാണിക്കേണ്ടതിന് വേണ്ടി എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകും. The Heavenly Father is examining the decisions that we are making, and let us see what are the decisions that we are making, and let us live lives that is pleasing unto our Father. ഇവ വചനപ്രകാരം എടുത്ത മറ്റൊരു തീരുമാനത്തിന്റെ മേഖല കുടുംബപരമായ മേഖലയാണ്. Another place where they took a decision was in connection with their families. ഒരു വാക്യം വായിക്കാം. 30-ാമത്തെ വാക്യം. Shall we read Nehemiah chapter 10 and verse 30? ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും അവർ ശപഥവും സത്യവും ചെയ്തു. And that we will not take our daughters to the peoples of the land or take their daughters for our sons. They made this decision. ഇവിടെ വളരെ കൃത്യമായ ഒരു സന്ദേശം ദൈവാത്മാവ് നമുക്ക് തരുന്നുണ്ട്. Here the Spirit of God is giving us a very clear message. നമ്മുടെ കുടുംബ മേഖലയിൽ ദൈവം തന്ന പ്രമാണം സൂക്ഷിക്കാനുള്ള നിർണയമെടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. It is a great responsibility that we take to follow the word of God in our families. ഇവിടെ മക്കളുടെ വിവാഹ വിഷയത്തിലുള്ള തീരുമാനമേ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുള്ളൂ. Here the Spirit of God is only mentioning the fact about the marriage of their daughters. അതിന്റെ കാരണം ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലം ഉൾക്കൊള്ളുമ്പോൾ ലളിതമായി ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. And that is because when we look at the context of this passage, we understand why they took that decision. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ
ഈ തീരുമാനത്തിലേക്ക് വന്നതിന്റെ കാരണം നമുക്ക് കാണാൻ കഴിയും. In Ezra chapter 9, we see the reason why they came to this decision. 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയ വലിയ പാപത്തെ കുറിച്ച് നാം അവിടെ വായിക്കുകയാണ്. We see about the great sin where the holy race had intermingled with the peoples of the land. അത് വചനവിരുദ്ധമായ വിവാഹത്താൽ സംഭവിച്ച ദോഷമാണ്. And that was a sin that happened because they went against the law of God. ആ കാര്യത്തിന് വേദനയോടുള്ള പരിഹാരം ഈ ദൈവജനം വരുത്തി എന്നുള്ളത് നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. And in that same chapter we find that they made a restitution for that with great pain. ഇപ്പൊ ഉണർവിൻ തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവർ അടിസ്ഥാനപരമായി തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ മക്കളുടെ വിവാഹം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണപ്രകാരം തന്നെ നടത്തും. And because of the revival decision that they made made a decision that their daughter's marriage will happen only according to the word of God. ഈ മേഖലയിൽ എത്രയോ വലിയ ആളുകൾ വീണുപോകുവാൻ ഇടയായി തീർന്നു. We see places where many great people have fallen in this area. ജ്ഞാനിയായ ശലോമോനും മഹാപുരോഹിതനായ എല്യാശീബും ഒക്കെ ഈ മേഖലയിൽ വീണിട്ടുള്ള ഇസ്രായേലിലെ എണ്ണപ്പെട്ട ആളുകളാണ്. The great wise Solomon and the great high priest, they have all fallen in this area. വലിയവരും ചെറിയവരും വീഴാൻ സാധ്യതയുള്ള മേഖല. This is a place where even big or small, anyone can fall. പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷ്മതയോടെ ഈ മേഖലയിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so may the Spirit of God enable us to examine very carefully where we are in this area. ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആളുകൾ പെർഗമോസ് സഭയിൽ ഉണ്ടായിരുന്നു. There were people in the church at Pergamos that were holding to the teaching of Bileam. ബിലെയാമിന്റെ ഉപദേശം ആരെയും കല്യാണം കഴിക്കാം എന്നുള്ളതാണ്. And the teaching of Balaam was that you can marry anyone. നമുക്കറിയാം, അങ്ങനെയാണ് ബിലെയാമിന്റെ ഉപദേശത്തിലാണ് ദൈവത്തിന്റെ ജനം ആ കാലഘട്ടത്തിൽ അശുദ്ധമായ ബന്ധങ്ങളിലേക്ക് വഴി പോകുവാൻ ഇടയായിട്ട് തീർന്നത്. And it is because of the teaching of Balaam that the people of God, they went into the unholy relationships. 25-ാം അധ്യായത്തിൽ അതിന്റെ ദുഃഖകരമായ ചരിത്രം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. And we see the sad history from the word of God. നമുക്കറിയാം, അതേ പാപം തന്നെ ദൈവസഭയിലേക്കും വന്നിരുന്നു എന്നുള്ളത് നാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുക. And we see in Revelation chapter 2 and verse 14, the same thing happened within the church of God. എത്രയോ വ്യക്തമായ ഉപദേശമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. How very clear teaching the Lord has given us. 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. We know that verse very clearly. നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. So you must not hold on or go along with the unbelievers. എത്രയോ വ്യക്തമായിട്ടുള്ള കൽപ്പനയാണ് ദൈവാത്മാവ് തരുന്നത്. How very clearly the Spirit of God is giving a commandment there. ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ച് അനേക കുടുംബങ്ങൾ തകർന്നുപോയി. In the history of Israel, because they disobeyed the word of God, so many families were destroyed. കാലഘട്ടത്തിലും അനേക കുടുംബങ്ങൾ ഈ കൽപ്പന ലംഘിച്ച് തകർച്ചയിലേക്ക് നീങ്ങി. And even in the history of the New Testament, many families, they have rejected this commandment and they have gone into destruction. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം ഉണർവിലേക്ക് വരുമ്പോൾ വളരെ ശക്തമായ തീരുമാനം വചനപ്രകാരം എടുക്കാനായിട്ട് നിർണയിക്കുകയാണ്. So when a family comes to a revival, they are making the very strong decisions before God. ഉണർവിന്റെ ഈ തീരുമാനം രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളും എടുക്കത്തക്കവണ്ണം ദൈവാത്മാവ് കൃപ നൽകട്ടെ. May the Spirit of God help us also to make these decisions of revival. ഒരു സത്യം കൂടി ഞാൻ ആ വാക്യത്തിൽ പരാമർശിക്കട്ടെ. Let me point out one more truth from that verse. ഇവിടെ വിവാഹ സംബന്ധമായ തീരുമാനം എടുത്തത് വിവാഹം കഴിക്കുന്നവരല്ല. Here the decision about marriage was not taken by the people who were getting married. പിന്നെയോ വിവാഹം കഴിക്കുന്ന ആളുകളുടെ മാതാപിതാക്കളാണ് തീരുമാനമെടുത്തത്.
Here the decision was made by the parents of the people who are getting married. അതുകൊണ്ട് ആത്മീയ ഉണർവിൽ ജീവിക്കുന്ന ഒരു കുടുംബം സൂക്ഷിക്കേണ്ട ഒരു നയം ഞാനിവിടെ വ്യക്തമാക്കുകയാണ്. And so I want to very clearly say about the policy that a family that is living in spiritual revival, മക്കളുടെ വിവാഹം മക്കളല്ല ആലോചിച്ച് നടത്തേണ്ടത്. the marriage of our children, it is not the children who have to think about it and take the decision. അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മാതാപിതാക്കൾക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. It is God, it is the parents whom God has given the right to make that decision. കല്യാണത്തിന് സമ്മതം പറയേണ്ടത് മക്കളായിരിക്കും. Maybe it is the children who have to give their acceptance for marriage. പക്ഷേ വിവാഹത്തിന്റെ ആ തീരുമാനം മാതാപിതാക്കളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമായിട്ടാണ് ഇരിക്കുന്നത്. But the responsibility for marriage is inherently the responsibility of the parents. 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ ഒന്ന് ഞാൻ പരാമർശിക്കുന്നു. അത് വായിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അധ്യായം ഒന്നുകൂടെ പറയാമോ? 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യം. 1 Corinthians chapter 7 and verse 38 and 39. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉൾക്കാഴ്ച സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. And so may the Spirit of God help us to maintain very clear decisions in this matter. അവർ ആത്മീയമായി ഉണർത്തപ്പെട്ടപ്പോൾ കുടുംബപരമായി നല്ല തീരുമാനത്തിലേക്ക് വന്നു. When they were revived spiritually, they made good decisions as a family. ഞാൻ പുതിയ നിയമത്തിൽ ഒരു വാക്യം ഇവിടെ പരാമർശിക്കുന്നു. ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല, കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പ്രസക്തമാണ്. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. Shall we turn to Luke chapter 1 and verse 6, which is relevant for all matters. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. And there we read that they were both righteous in the sight of God, walking blamelessly in all the commandments and requirements of the Lord. ഇത് സെക്കര്യാവിനെയും എലിസബത്തിനെയും കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന മനോഹരമായ ഒരു വാക്യമാണ്. This is a wonderful verse that the Spirit of God talks about Zacharias and Elizabeth. അതുകൊണ്ട് വിവാഹ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ വചനം നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്ക വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ. And so not only in connection to marriage, but in all spheres of our lives, let us look into the Word of God and live according to what the Word of God tells us. കുടുംബ സംഗീതമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. We talk about Psalms 28 as a family psalm. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും Oh, blessed is the man who trusts in the Lord and walks in his ways. അതുകൊണ്ട് യഹോവയെ ഭയപ്പെടുവാൻ, അവന്റെ വഴികളിൽ തന്നെ നടക്കുവാൻ ദൈവാത്മാവ് ധാരാളം ദൈവകൃപ. And so may the Spirit of God give us the grace to walk in the way of God and according to his word. വചനം കാണിച്ചു വഴി ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ. And let us also make assurance that we are not going left or right from the word of God that the Lord is revealing to us. മൂന്നാമത്തെ മേഖല കൂടി പരാമർശിക്കാം എന്ന് വിചാരിക്കുന്നു. I believe that let us also look at the third area of the impact of their revival. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായിട്ട് അവരുടെ ദൈവാലയ സംബന്ധമായ തീരുമാനമാണ് വായിക്കുന്നത്. Nehemiah chapter 10 and verse 32 to 39, we read about the decisions that they took in connection to the house of God. നമ്മൾ ആദ്യം ന്യായപ്രമാണ പ്രകാരം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ദൈവാലയ സംബന്ധമായ കാര്യങ്ങളായിരുന്നു. And so the 2 things that they made a decision to do according to the law of God was related to the house of God. നമുക്കറിയാം, ഇസ്രായേലിന്റെ ദൈവാലയം പുതിയ നിയമത്തിലെ സഭയുടെ നിഴലാണല്ലോ. We know that the house of God in the Old Testament is pointing to the church in the New Testament.
തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളത് വ്യക്തമായി വായിക്കുന്നുണ്ട്. We read that in First Thessalonians chapter 3 and verse 15. First Timothy chapter 3 and verse 15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. There we read that, but in case I am delayed, I write to you so that you ought to conduct himself in the house of God, which is the church of the living God. നാം അംഗങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭ ദൈവത്തിന്റെ ആലയമാണ്. The local church that we are members of is indeed the temple of the living God. ദൈവത്തിന്റെ ആലയം എങ്ങനെയൊക്കെ വർത്തിക്കണം എന്നുള്ള നിയമങ്ങൾ ദൈവം വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. And so God has given very clear instructions of how the church of God must live. ആ തിമോഥെയോസിനോട് അവിടെ പറയുന്നത് നീ ദൈവത്തിന്റെ സഭയിൽ നടക്കുമ്പോ എങ്ങനെയാ നടക്കേണ്ടതെന്ന് അറിയാനായിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. And there when he tells to Timothy, he says that you must know how you ought to conduct yourself in the house of God. That is why I have written this epistle. അതുകൊണ്ട് ആത്മീകമായി ഒരാൾ ഉണർത്തപ്പെട്ടാൽ കർത്താവിന്റെ സഭയിൽ വചനപ്രകാരം നടക്കും. And so when a person is spiritually revived in the church of God, he will live according to the word of God. ഒരു സ്ഥലം സഭ ഉണർത്തപ്പെട്ടാൽ ആ സഭയിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനപ്രകാരം ചെയ്യും. When a church is revived, everything that happens in the church is according to the word of God. വളരെ വിശദമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. I know that this is something that we have to talk in detail. എങ്കിലും ഈ കാതലായ സത്യം ഉൾക്കൊണ്ട് പ്രായോഗികമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. But may the Spirit of God enable us to accept this very important truth and live in the house of God. ഇസ്രായേൽ ജനം ആത്മീകമായി അന്ധകാരത്തിൽ അകപ്പെട്ട കാലഘട്ടത്തിൽ അവരുടെ ആലയം അടച്ചു കളഞ്ഞ ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട്. In the dark ages when Israel were living through that time, we find that even their temple was closed in that time. യഹൂദരാജാവായ ആഹാസിന്റെ കാലഘട്ടത്തിൽ ആലയം അടച്ചാടി വെച്ച് കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. During the time of Ahaz, we find that the temple was closed and it was even nailed shut. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നിന്നും സഭാപരമായി ഏറെ അകന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതായ മുന്നറിയിപ്പ് ദൈവാത്മാവ് നമുക്ക് തരികയാണ്. So the Spirit of God is giving us a warning that there is a possibility that we can go so far away from the word of God. ദൈവം തന്റെ ജനത്തെ മടക്കിക്കൊണ്ടുവന്ന ചരിത്രം നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നു. But there we read how God is bringing back his people. പക്ഷേ നമ്മുടെ സ്ഥലം സഭകൾ അക്ഷരാർത്ഥത്തിൽ അടഞ്ഞുകിടക്കുന്നു എന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് ആവശ്യം. In one way, literally, when many of our churches are closed, we need to seriously examine these truths. ദൈവം നമ്മെ ഏൽപ്പിച്ച പ്രമാണങ്ങളിൽ നിന്നും നമ്മൾ കഴിഞ്ഞ നാളുകളിൽ തെറ്റിപ്പോയതാണോ അതിന് കാരണമായിരിക്കുന്നത്? Maybe we have gone away from the doctrines that the Lord has given us. Maybe that is the reason. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. Let us humble ourselves before our Lord. ദൈവത്തിന്റെ പ്രമാണങ്ങളെ വളരെ ഭയത്തോടുകൂടി പരിശോധിക്കാം. Let us examine the commandments of the Lord very carefully. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മടങ്ങിവരവിന്റെ സന്ദർഭമായിട്ട് തീരും. If there is any place where we have gone astray, let this be an opportunity for us to come back. ഇവിടെ ദൈവജനം ഉണർത്തപ്പെട്ടപ്പോൾ ആ നെഹമ്യാവ് 10:39 വാക്യത്തിൽ വായിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല എന്ന തീരുമാനത്തിലേക്ക്. When they come to Nehemiah chapter 10 and verse 39, we read that they will not neglect the house of our God. ആത്മീകമായി ഉണർത്തപ്പെട്ട ആളുകൾക്ക് ദൈവം തങ്ങളെ ആക്കിയിട്ടുള്ള ആത്മീക കുടുംബമായിരിക്കുന്ന സ്ഥലം സഭയെ അവഗണിക്കുവാൻ കഴിയും. When the God who has placed us within the family of the church of God, those who are revived, they can never forget that house of God.
സഭയെ അവഗണിച്ചുള്ള ആത്മീക അധ്വാനങ്ങളിൽ പോലും സഭയ്ക്ക് വേണ്ടി രക്തം വില കൊടുത്തവൻ പ്രസാദിക്കുകയും And even the efforts that we are doing, ignoring the church of God, the one who has bought the church with his blood, he is not happy with those things. കർത്താവ് പ്രസാദിച്ച ഒരു സഭയെ പരാമർശിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. I want to end this class by talking about a church that the Lord had addressed. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ 8-ാം വാക്യം 2-ാം ഭാഗത്ത് നാം ഫിലദൽഫിയ സഭയെ കുറിച്ച് മനോഹരമായ ഒരു സാക്ഷ്യം വായിക്കുന്നു. In Revelation chapter 3 and verse 8, we find a wonderful testimony about the church at Philadelphia. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിശ്ചയിച്ചു. Because you have a little power and have kept my word and have not denied my name. 7 സ്ഥലം സഭകളിൽ 5 സഭകളെ കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. In the 7 churches, the Lord is admonishing 5 of those churches. സ്മുർന്ന സഭയെയും ഫിലദൽഫിയ സഭയെയും കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. But the church at Smyrna and the church at Philadelphia, the Lord is not pointing a finger at them. ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ആ 2 സ്ഥലം സഭകൾ ഉണർവോടുകൂടി കർത്താവിന് പ്രസാദകരമായി സാക്ഷ്യം. It is because those 2 churches, with great spiritual revival, they were testifying for the Lord. കുറ്റമില്ലാത്ത കുടുംബത്തെ പോലെ കുറ്റമില്ലാത്ത 2 സഭകളെ നമ്മളിവിടെ കാണും. Just as the families without faults in them, we find 2 churches that the Lord could not find fault. ഈ തലമുറയിൽ ഞാൻ ഉൾപ്പെടുന്ന സ്ഥലം സഭ ഈ ഗണത്തിൽ പെടുമോ എന്നുള്ളത് വളരെ പരമാർത്ഥമായി പരിശോധിക്കുവാൻ ദൈവാത്മാവ്. And so, dearly beloved, let us sincerely examine if the local churches that we are being part of, are they also following these examples? വ്യക്തികൾ ഉണർന്നാൽ അവർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ വരും. When individuals are revived, the churches that they are part of, they will also be revived. കുടുംബങ്ങൾ ഉണർന്നാൽ അവർ ഉൾപ്പെടുന്ന സ്ഥലം സഭ വരും. And when a person is revived, the families that they are in will be revived. And when the families are revived, the churches that they are part of, that church also will be revived. വ്യക്തിപരമായും കുടുംബങ്ങളായും സ്ഥലം സഭകളായും ഉണർവോടെ സാക്ഷ്യം വഹിക്കുവാൻ, വചനപ്രകാരം സാക്ഷ്യം വഹിക്കുവാൻ എല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ. ഈ ആലോചനകൾ മുഖാന്തരമാകട്ടെ. നാമം. And so, as individuals, as families, and as churches, let us all testify and proclaim and live for the Lord. And may these verses that we have heard today, may they be a blessing and may they be an encouragement to us in the coming days. May the precious name of our Lord be glorified.